ചിക്കൻ ഇപ്പം ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ചിക്കനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ശരി ശരി. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോഴും ചിക്കനാണ്. ചിക്കൻ ഉണ്ട്, മിക്സ് ഉണ്ട്, സീ ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ വ്യത്യാസം വരും സീ ഫുഡൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ? വ്യത്യാസം വരും അല്ലേ? ചെറിയൊരു വ്യത്യാസമുണ്ട്. കുറച്ച് നമ്മൾ ഓയിസ്റ്റർ സോസ് ഒക്കെ ഒഴിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓയിസ്റ്റർ സോസ് വേണം. അപ്പോൾ ഇതിനകത്ത് സോസുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ. അപ്പോൾ സോസുകളൊന്നും എടുക്കാതെ ഉള്ള ഒരു ഫ്രൈയിങ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കുക. കത്തിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചോളൂ. യെസ്, ഇതാ എണ്ണ. അതും സൺഫ്ലവർ ഓയിൽ. നമ്മൾ വെളിച്ചെണ്ണ വേണ്ട, കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ്. മോഹൻലാൽ പറയാൻ പോലെ കാരണം ഇതൊരു ചൈനീസ് ഡിഷാണ് അല്ലേ? ശരി. അപ്പോൾ ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിനായിട്ട് ഒഴിക്കുന്നത്. കൊളസ്ട്രോൾ ഫ്രീ ആണ്. നമ്മളിപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ നോക്കി ആഹാരം കഴിക്കുക. ഷെഫിനെ കണ്ടാൽ അറിയാം, ഷെഫ് വളരെ ആരോഗ്യവാനാണ്. അതുപോലെ തന്നെ ആഹാരത്തെക്കുറിച്ച് നല്ലതുപോലെ സംസാരിക്കാൻ അറിയുള്ള ഒരാളാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല, അദ്ദേഹം ചില സമയത്ത് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ. ശരി, ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഓക്കെ. അപ്പോൾ ചൂടാൻ കുറച്ച് സമയം എടുക്കും. അത് ആ സമയം കൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്തിട്ടാണ് മാരിനേഷൻ നടക്കാൻ പോകുന്നത്? കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കൂ. എത്ര വേണം ചേട്ടാ? ഒരു 1/2 ടീസ്പൂൺ അല്ലേ? 1/2 സ്പൂൺ പെപ്പർ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. വീട്ടമ്മമാർക്ക് അറിയാം, ആവശ്യത്തിന് അവർ ഉപ്പ് ഇടുള്ളൂ. ഉപ്പിടാൻ അവർക്ക് അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. 1/2 സ്പൂൺ ഇഞ്ചി. പഞ്ചസാര വേണ്ട? വേണ്ട. അല്പം മൈദാമാവ്. മൈദാമാവിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കോൺഫ്ലവർ. ഒരു മുട്ട പൊട്ടിച്ച് എടുത്തു. മുട്ട ഫുള്ളായിട്ട് എടുക്കുകയാണല്ലേ? ചില കാര്യങ്ങൾ ഫുള്ള് വേണ്ട, അല്ലെങ്കിലും വൈറ്റും യെല്ലോയും നമ്മൾ എടുക്കും. രണ്ടും കൂടെ അടിച്ച് പതപ്പിച്ച് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടും അല്ലേ? മുട്ടയുടെ ഒരു ഇതും കൂടെ കിട്ടും. കോട്ടിങ് പിടിക്കാൻ വേണ്ടിയും. ശരി. അപ്പോൾ നല്ലതുപോലെ ഒരു ഇതെല്ലാം കൂടെ ഒന്ന് പിടിച്ച് രസമായിട്ടിരിക്കുന്നത് ഫ്രൈയിങ് പ്രോസസ് ഈസി ആകാൻ വേണ്ടിയിട്ടല്ലേ? ചേട്ടാ, നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലോ രസമായിരിക്കും? മുട്ടയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലും ചിക്കൻ ഫ്രൈ ലൈറ്റ് മുട്ട ഒഴിക്കാറുണ്ട്. ശരി ശരി ശരി. അപ്പോൾ വീട്ടമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, വീട്ടിൽ പിള്ളേർ കിടന്ന് ചിക്കൻ ഫ്രൈ വേണമെന്ന് പറയുമ്പോൾ ചെറിയ മുട്ടയും കൂടെ ഒഴിച്ച് അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അവർ സന്തോഷമായിട്ട് നിങ്ങളെ അമ്മേ എന്ന് വിളിക്കൂല്ലേ? വിളിക്കട്ടെ. ചേട്ടാ മാരീഡ് ആണോ? അല്ലല്ല, മാരീഡ് അല്ല. ശരി. അപ്പോൾ മാരീഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്ക് ആവശ്യം പോലെ ആഹാരം കഴിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുകയാണ്. ശരി. അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചേക്കണോ? വേണ്ട. എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഇതെടുത്തിട്ട് കൊടുത്താൽ മതിയാകും. ഓക്കെ. ഈ ഒരു സംഭവം എത്ര കാലം എടുത്തു ഉണ്ടാക്കി പഠിക്കാൻ? ഒരു 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണ നല്ല പൊട്ടുന്നുണ്ട്. വെള്ളത്തിന് അംശമുള്ളതാണ്. ശരി ശരി ശരി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ചേട്ടാ, ഇത് ചൈനീസ് ഡിഷാണെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ നമ്മുടേതായ രീതിയിൽ, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? എല്ലാം ചെയ്യാൻ പറ്റും. ശരി. നമ്മൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ചെയ്യാനുള്ളൊരു മനസ്സും അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡും നമ്മുടെ സ്വന്തം അടുക്കളയിൽ വെച്ച് പാകം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫ്രൈയിങ് പ്രോസസ്സിലേക്ക് നീങ്ങാൻ പോവുകയാണ്. എണ്ണ ഏതാണ്ടൊക്കെ തിളച്ച് കഴിഞ്ഞു, ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിട്ട് കൊടുക്കുക. ഈ മോദകം ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, ഇതുപോലെ ഉരുട്ടി. അപ്പോൾ അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്തില്ലല്ലോ? മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കാൻ വേണ്ടി സൗത്ത് ഇന്ത്യൻ ഡിഷ് അല്ലല്ലോ. അതാണ്. ശരി. അപ്പോൾ ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് ഈ 2 സംഭവങ്ങളും വേണ്ട. ശരി. അപ്പോൾ ഷെഫ് അമങ്ങിയിരുന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ഐറ്റമാണ്. ശരി. അപ്പോൾ കുറച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ഫ്രൈയിങ് പ്രോസസ്സിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ. ചേട്ടാ, ഇതിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ല രസമായിട്ട് കിട്ടും അല്ലേ? കിട്ടും. നമ്മൾ അല്ലാതെ ഇതിന്റെ കുറച്ച് ഗ്രേവി കൂടെ ആക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവി അടിക്കുന്നുണ്ട്. ജിഞ്ചർ ഫ്ലേവറിൽ ഒരു ഗ്രേവി കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ പോലെ ഇത് കിട്ടും. ശരി 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 ശരി. അപ്പോൾ ജിഞ്ചറിന്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറും പോലെയാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് മേടിച്ചുകൊണ്ട് വരാം അല്ലേ? അതുപോലെ ജിഞ്ചറിന്റെയും മുളകിന്റെയും ഒക്കെ നമുക്ക് ഫ്ലേവർ കിട്ടുന്നതാണ് ഷെഫ് പറയുന്നു. അപ്പം മുട്ടയുടെ കൂടെ സ്വാദ് നമുക്ക് കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വരുന്നതാണല്ലോ മുട്ട. അപ്പം മുട്ടയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. അല്ല. ഓക്കെ. ഇതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഈ ജ്യൂസ്. ഇത് എന്തൊക്കെയാണുള്ളത്?
ഇത് പൈനാപ്പിൾ ജ്യൂസ് ആണ്. പൈനാപ്പിൾ ജ്യൂസ് ആണ്. ഓക്കെ, നിങ്ങളുടെ കരവിരുത് തിരിഞ്ഞ് അല്ലേ അല്ല നമ്മുടെ പ്രത്യേകിച്ച് ഉണ്ടാക്കി വേറെ ഒന്നും ചേർത്തില്ല. പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ ഞാനിങ്ങനെ നിന്നുകൊണ്ട് ഷെഫിന് എന്നോട് സ്നേഹം തോന്നിയൊരു ഷെഫ് തന്നെയാണ്. നന്നായിട്ടുണ്ട്. അപ്പോൾ ഫ്രൈയിങ് ഏതാണ്ട് ആയില്ലേ? ശരി. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ചെയ്യാൻ ജോലിയൊന്നുമില്ല ഇവിടെ. നമുക്ക് സോസ് അടിക്കാം. എന്താണ് സോസ്? ജിഞ്ചറിന്റെ സോസ്. ശരി ശരി ശരി. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ് ജിഞ്ചറിന്റെ ഒരു ടേസ്റ്റ് ഇതിനകത്ത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിഞ്ചർ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ഫ്രൈയിങ് ഏതാണ്ട് കഴിഞ്ഞു. ഇനി നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് ദൂരദർശൻ പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഡിഷിന്റെ പേര് ചിക്കൻ ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ പേരിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ഈ പേരിടുന്നത് ഷെഫാണോ? ചിക്കൻ ഫ്രൈഡ് റൈസ് നേരത്തെ ഉള്ളതാണ്. നമ്മൾ കുറച്ചും കൂടെ ഇതാക്കി മാറ്റി. എങ്കിലും ചേട്ടൻ്റെതായിട്ടുള്ള ചില കരാവിരുത് ഉണ്ടാകുമ്പോൾ തീർച്ചയായും സ്വന്തമായിട്ട് ഏതൊക്കെ ഡിഷുകൾ സ്വന്തം പേരിൽ ഇറക്കിയിട്ടുണ്ട്? മനു ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെയല്ല, നമ്മുടെ ടേസ്റ്റിലാണ്. ഇപ്പോൾ ഏത് ഡിഷ് നമ്മൾ എവിടെ നിന്ന് പഠിച്ചാലും നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റിലാണ് കൊടുക്കുന്നത്. അതെ അതെ അതെ. ഈ ഷെഫിന്റെ കൈപുണ്യം എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അപ്പം താങ്കളുടെ കൈപുണ്യത്തോടു കൂടി ഞാനിത് കഴിക്കും അല്ലേ? കഴിക്കണമല്ലോ. ഞാൻ കഴിക്കും. ഇപ്പം ഞാൻ കുടിച്ചു. ശരി, അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് വരാം. കുറച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു വെച്ചിട്ട് അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ അല്ലേ? ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി എത്ര ഇടണം? ഒരു സ്പൂൺ. ജിഞ്ചർ സോസാണ് ഉണ്ടാക്കാൻ. ഓക്കെ, ജിഞ്ചർ സോസ് മേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ശരി. ചേട്ടാ, ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? നമ്മുടെ വയറ്റിലൊക്കെ നല്ലതാണ്. ഗ്യാസ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഗ്യാസ് ട്രബിൾ, വായുവിന്റെ അസ്കത ഉണ്ടെങ്കിൽ ഇച്ചിരി ഇഞ്ചി അങ്ങോട്ട് കഴിക്കുക. അതാണ് കാര്യം. അപ്പോൾ വായു പോകുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇഞ്ചി ഇട്ട് ചിലപ്പോൾ മോര് അടിച്ച് കുടിക്കാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ മോരായിട്ട് നമുക്ക് കുടിക്കാം. അല്ല, ഇഞ്ചി വെറുതെ ചവച്ച് നമ്മൾ വായിൽ കയറുമ്പോൾ ഇഞ്ചി ഉപ്പും കൂടെ ചേർത്ത് ചവച്ച് കഴിക്കാം. അതുപോലെ തന്നെ ഗാർലിക്കും ഉപയോഗിക്കാറുണ്ട്. അതെ, വയറ് വേദന എടുക്കുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരാണ് നമുക്ക് ചെയ്തു തരാറുണ്ട്. ഇഞ്ചി അരച്ച് റെഡിയാക്കി തരാറുണ്ട്. അപ്പോൾ താങ്കൾ ഒരു ഷെഫായതുകൊണ്ട് താങ്കൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ശരി. അതിലേക്ക് ഒരൽപ്പം പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഒരു കരണ്ടി പച്ചമുളക്, ഒരു 2 പച്ചമുളക് അല്ലേ? ശരി. ഇച്ചിരി സ്പൈസിക്ക് വേണ്ടിയിട്ട് 2 or 3 പച്ചമുളക് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് അത് അരിഞ്ഞ് റെഡിയാക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ജിഞ്ചർ സോസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരല്പം അല്പമല്ല, കുറച്ച് കൂടുതലായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു കരണ്ടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഒരു കരണ്ടി ജിഞ്ചർ ഇട്ടു, അല്പം പച്ചമുളക് ഇട്ടു. ഇതാ 2 കരണ്ടി നമ്മൾ 3 കരണ്ടി അല്ലേ? ശരി. 3 സ്പൂൺ ഉള്ളി കൂടി. വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി വേണ്ട ഇതിനൊന്നും. എന്താണ് ഈ വലിയ ഉള്ളി എന്ന് ഉപയോഗിക്കാൻ കാര്യം? ഇത് സ്വാദിന് വേണ്ടി. നമ്മൾ സൗത്ത് ഇന്ത്യൻ ഡിഷിനകത്താണ് ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ ഇതിനകത്തെല്ലാം വലിയ ഉള്ളി തന്നെ ഉപയോഗിക്കാറുണ്ട്. ശരി ശരി. കുറച്ച് നമ്മൾ ആ ഒരു ക്യാപ്സിക്കം കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ സ്ഥലങ്ങൾ മാറുമ്പോൾ, ഏരിയകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. വള്ളുവനാടൻ മീൻകറി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇത് പക്ഷേ നമ്മൾ ചൈനീസ് ഡിഷാണ്. അതിൽ ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല. അവിടെയൊക്കെ വലിയ ഉള്ളിയാണ് കൂടുതലായിട്ട് വേണ്ടത്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും ചെറിയ ഉള്ളി, തേങ്ങാപ്പാൽ അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇഞ്ചി, മല്ലിപ്പൊടി. ഇത് മല്ലിയില ഉപയോഗിക്കില്ല? മല്ലിയില ഉപയോഗിക്കും. വേണ്ട, ഇതിലതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ജിഞ്ചർ സോസ് ഏതാണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചില്ലി പേസ്റ്റ് അല്ലേ? ഓക്കെ, ചില്ലി പേസ്റ്റ് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചില്ലി പേസ്റ്റ് ഇടുന്നത് സ്വാദിന് വേണ്ടിയിട്ടാണ്. സ്പൈസിക്ക് വേണ്ടിയിട്ട് ചില്ലി സോസ് ഒരൽപ്പം. ഓക്കെ, കളറിന് കിട്ടും അല്ലേ? ടൊമാറ്റോ സോസ് നമ്മൾ ഇട്ട് കൊടുക്കും. ടൊമാറ്റോ സോസ് ഒരു 2 സ്പൂൺ വേണം. 2.5 സ്പൂൺ. ശരി, 2.5 സ്പൂണോ? ഓക്കെ, നമ്മൾ ഈ ഒരു ടൊമാറ്റോ സോസും കൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ചേട്ടാ, സോസ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? സോസ് ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മളിപ്പം എന്ത് സാധനങ്ങളാണ് ആരോഗ്യം, എല്ലാം കുഴപ്പമൊന്നുമില്ല. നമുക്ക് സോസ് ഇതിപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്ന സോസാണ്. പാക്കറ്റ് നമുക്ക് ഇത് വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന സോസാണ്. നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. എന്ത് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് വേറെ മായങ്ങളൊന്നും ചേർക്കുന്നില്ല.
മയമില്ല മന്ത്രമില്ല. പെപ്പർ ചേർക്കാം, ഒരല്പം പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ക്രിസ്പി സോസിന് വേണ്ടിയിട്ട് അല്ലേ? ശരി, ഒരല്പം ഉപ്പ്, ശകലം പഞ്ചസാര. വീട്ടമ്മമാർക്ക് ഉപ്പിന്റെ പഞ്ചസാരയുടെ അളവൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവർക്കറിയാം. ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ആണല്ലേ? ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വീട്ടമ്മമാരോട് അമ്മച്ചി ആവശ്യത്തിന് ഉപ്പിടൂ എന്ന് പറയേണ്ട കാര്യമില്ല, അത് അവരിട്ടോളൂ. അതുപോലെ ഇവിടെയും ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടെ നമ്മളിട്ട് ഇളക്കി. അപ്പോൾ ഇളക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കണോ ചേട്ടാ? ശക്കലം വെള്ളം അല്ലേ? അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. എനിക്ക് കുക്ക് ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾ ഞാൻ സഹായിക്കുകയാണ്. ഓക്കെ, നമ്മളെപ്പോഴും ഒരു സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും അല്ലേ, നമ്മുടെ തുല്യ മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു സഹായം ഉണ്ടെങ്കിൽ എന്തും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സും. നല്ലതുപോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ചേട്ടാ, അപ്പോൾ ഇത് ആയല്ലേ? നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇടുകയാണ്. അപ്പൊ ആ സോസിലേക്ക് നല്ലതുപോലെ ഇത് ഇഴുകി ചേർന്ന് വരണം അല്ലെ? എങ്കിൽ ആ ടേസ്റ്റ് എല്ലായിടത്തും പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഒരു പരിപാടി കൊള്ളാലോ. ഇളക്കുന്നേക്കാട്ടിൽ ഇതൊന്ന് അനക്കി കൊടുക്കണം അല്ലേ? ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറയും പോലെ ഇളക്കുന്നതിനൊപ്പം ഒന്ന് ആട്ടിക്കൂടെ കൊടുക്കുകയാണ്. ശരി, അപ്പോ ഇത് റെഡിയായി. റൈസ് അടിച്ചാൽ മതി. ശരി, ഇനിയിപ്പോ അടുത്ത് റൈസിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് ഒന്ന് തണുത്ത് വരുന്ന നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മാറ്റി വെച്ചു. കുറച്ചു നേരം ഒന്ന് ചൂടൊന്ന് തണുത്ത് വരട്ടെ. ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈ ഏകദേശം ഒന്ന് തണുത്തിരിപ്പുണ്ട്. ഇനി അടുത്ത് ഷെഫ് ഒരു കാര്യം ചെയ്യും. പറയൂ ഷെഫ്, എന്താ റൈസ് അടിക്കാൻ പോകണം? റൈസ് അടിക്കാൻ പോവുക. റൈസിനിട്ട് അടി കൊടുത്താൽ മതി. ചെയ്യാൻ പോവുക. അതൊരു നിങ്ങളുടെ ഒരു ഭാഷയാണ്. നമ്മൾ റൈസ് അടിക്കുക, സോസ് അടിക്കുക. കേട്ട് കഴിഞ്ഞാൽ സോസിന് റൈസിനൊക്കെ ഇട്ട് അടി കൊടുക്കുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ അല്ല, ചെയ്തോളൂ. ഇത് ബസുമതി റൈസ് ആണോ? ബസുമതി റൈസ് ആണ്. എനിക്ക് വയ്യ, എന്റെ പ്രവചനങ്ങളെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസുമതി റൈസ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മുട്ട അടിക്കുന്നു. മുട്ട അടിച്ച് വെച്ചു. സൺഫ്ലവർ ഓയിൽ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. അതൊന്ന് ചൂടാക്കി എടുക്കാം അല്ലേ ചേട്ടാ? ഈ മുട്ട അടിക്കുന്നത് ഇതിന്റെ ഒരു സ്റ്റിക്നെസ്സിന് വേണ്ടിയിട്ടാണോ? നമുക്കൊരു ടേസ്റ്റും കിട്ടും. ആ ഒരു എഗ് റൈസ് ആകുമ്പോഴത്തേനെ നമുക്ക് ആ ഒരു ടേസ്റ്റ് മുട്ട എന്ന് പറഞ്ഞ സാധനം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. അല്ല, അതാ മുട്ട നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. മുട്ട ഒഴിച്ചു കൊടുത്തു. ഇളക്കണം അല്ലേ? തോരൻ പോലെ ആക്കണം. ഓക്കെ, മുട്ടത്തോരൻ പോലെ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇതിനകത്ത് റൈസിനകത്ത് വരുമ്പോൾ കഴിക്കാനായിട്ടുള്ള ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല രസമായിട്ട് നമ്മൾ കഴിക്കുക ഉള്ളതുകൊണ്ട്. ഓക്കെ, അതിനകത്തേക്ക് ഒരല്പം ക്യാരറ്റിന്റെ പീസ് കുറച്ച് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് നല്ല ഒരു സാധനമാണ്. നമ്മുടെ ഡയറ്റിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആവശ്യത്തിന് കലോറിയും കിട്ടും. നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകാത്തൊരു സംഭവമാണ്. മുയലിനും ക്യാരറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മുയൽ എപ്പോഴും ചാടി നടക്കുന്നത്. കുറച്ച് ബീൻസ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ബെഞ്ച് ബീൻസ് കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു. ബീൻസ് ഇത് മറ്റേ ബോളല്ലേ, റൗണ്ട് ബീൻസ് വേണം? റൗണ്ട് ബീൻസ് അതാണോ? അല്ല, ഗ്രീൻ പീസ് അല്ലത്. ഓക്കെ, ബീൻസ് ആണ്. ബീൻസ് ആണ്. ശരി ശരി ശരി. അപ്പൊ ബീൻസ് കിട്ടും. അതും കൂടെ വാടിച്ച് നല്ലതുപോലെ അരിഞ്ഞ് റെഡിയാക്കി അതിനകത്തിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, ക്യാബേജ് അല്ലെങ്കിൽ മുട്ടക്കോസ് എന്ന് പറയുന്ന നാടൻ ഐറ്റം നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് ഡിഷ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഇളക്കി റെഡിയാക്കി എല്ലായിടത്തും. ഉപ്പിട്ടില്ലല്ലോ നമ്മൾ? ഉപ്പിടണോ? ഇടണ്ട. ചെറുതായിട്ടൊന്ന് ആയിക്കോട്ടെ. ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഉപ്പ് കൂടിയാല് ഉപ്പ് കൂടി തന്നെ കുഴപ്പം, വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ടേസ്റ്റ് ഉണ്ടാക്കാനും നശിപ്പിക്കാനും ശരി. അപ്പൊ ആരുടെങ്കിലും ദേഷ്യം ഉണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന നേരത്തെ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി അല്ലേ? ശരി. അപ്പൊ ഇത് കുറച്ച് നേരം ഇളകണം അല്ലേ? ഇവിടെ വെജിറ്റബിളൊക്കെ ഒന്ന് വെജിറ്റബിളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒരു പച്ചയ്ക്ക് ഒന്ന് കടിക്കണം, അതെന്തേ ഉള്ളൂ. ഒരുപാട് വാടി എടുത്താൽ മതി, അല്ലാതെ കുക്ക് അങ്ങ് അവിഞ്ഞു പോകാൻ. ഓക്കെ,
ഒരുപാടങ്ങ് അവിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ അതൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ചു നേരം ഇവിടെ ഇരുന്നൊന്ന് വാടി റെഡി ആയിട്ട് വരട്ടെ. അവിടുത്തെ സംഭവം ഏതാണ്ടൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനി മസാല ഇട്ട് കൊടുക്കാം അല്ലേ? മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണ്ടി വരും. യെസ്, ഒരു 3/4 ടീസ്പൂൺ ആവശ്യത്തിന്. ശരിയാണ്, ഇത് ആവശ്യത്തിന് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിന് അല്പം പഞ്ചസാര ഇടുക. പക്ഷെ അത് ആവശ്യത്തിനല്ല, അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഇട്ട് കൊടുക്കുന്ന വെച്ചാൽ ഇപ്പിട്ടാന്ന് വെയിറ്റ് ഉള്ളതെല്ലാം ആദ്യം പിടിക്കും. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി നമുക്ക് താമസം വരില്ല. റൈസോട് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി താമസം ഉണ്ടാവും. ഇത് മെൽറ്റ് ആയി കിട്ടും. മറ്റേ അവിടെ ഇവിടെ എല്ലാവരും നമുക്ക് അവിടെ ഇവിടെ എല്ലാം റൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ആകത്തില്ല. എല്ലാവരും ഒരേപോലെ ആകത്തില്ല. അവിടെ ഇവിടെ എല്ലാം കടിക്കും നമുക്ക്. ഇതിനകത്ത് ഇട്ടുകൊണ്ട് എല്ലായിടത്തും കുഴപ്പമില്ല കിട്ടും. ശരി, അപ്പോൾ ഇതിനകത്ത് റൈസ് ശരി, ഇനി റൈസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. റൈസ് നേരത്തെ ഓൾറെഡി ബോയിൽഡ് ആണിത്. ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്, ലാഭിച്ച് വെച്ചിരിക്കുന്ന അരിയാണ്. അത് കുറച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അവൈലബിലിറ്റി ആണ് കേട്ടോ. പെപ്പർ അല്പം ഇട്ടു, ഒരു കരണ്ട് പെപ്പർ കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ റൈസും കൂടി ഇട്ട് നമ്മൾ കുറച്ചൊന്ന് ഇളക്കി കൊടുത്തു. ഇന്ന് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിനകത്തേക്ക് ഇതെടുത്തിടൂ. ഇതിനകത്തിടൂല, ഇല്ല, സെപ്പറേറ്റ് ഇടുക. ശരി, അപ്പൊ ഇതിനകത്തേക്ക് ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇതിപ്പോ ഏതാണ്ട് റെഡിയായി. ഇതിപ്പം ഏകദേശം ഒന്ന് ചൂടായി. നിങ്ങൾക്കറിയാം, ഞാനൊരു പ്ലേറ്റുമായിട്ട് നിൽക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞു അല്ലേ ചേട്ടാ? യെസ്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലേറ്റൊക്കെ വെച്ച് റെഡിയായി ദൈവത്തോട് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുക അല്ലേ? ആ, അപ്പൊ നമുക്ക് സെർവ് ചെയ്യാനല്ലേ? ശരി, ഇതിനകത്തോട് ഇടാം. ഓക്കെ, അതിനകത്തോട്ടോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്യൂ ചിക്കൻ ഫ്രൈഡ് റൈസ് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളത് കഴിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലോട്ട് പോയിരിക്കുകയാണ്. എന്തിനാ അത് വെച്ച് അടച്ചു വെച്ചേക്കുന്നത്? നമ്മൾ അതിനകത്താണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത്. ഓഹോ, ഇതാണ് ആ ഒരു സെർവിങ്. നോക്കണം, നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് പറയുമ്പോൾ അവർ വലിയ ഈ ഉരുളിയിലൊക്കെ കൊണ്ടുതരും നമുക്ക് ആഹാരം. കൊച്ചുരുളിയിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഉരുളിക്കകത്താണ് കൊണ്ടുതരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടിച്ചു ഒതുക്കി വെക്കുക അല്ലേ? യെസ്, ഇറ്റ് ഈസ് ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതായത് അതിനകത്തേക്ക് വെച്ച് കമത്തി വെച്ചു. ഓ, അങ്ങനെ. ഇനി ഈ കിണ്ണം എടുക്കും അല്ലേ? ഓഹോ, കിണ്ണം പതുക്കെ ഇങ്ങനെ മാറ്റി. നല്ല അതുപോലെ ഇരിപ്പുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ ചിക്കൻ വെക്കാൻ പോവുകയാണ്. ഇതെങ്ങനെ എടുത്ത് വെക്കണം? ചിക്കൻ പതുക്കെ ഇട്ടാൽ മതി. അങ്ങോട്ട് ഇട്ടാൽ മതി അല്ലേ? നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചേട്ടാ, ഇതിന്റെ പേരെന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതെനിക്ക് പറഞ്ഞ് ഞാനങ്ങ് ആഘോഷിച്ചിരിക്കുക. എനിക്കങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ ഇതിപ്പോൾ ഞാൻ കഴിച്ചു തീർക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ചേട്ടാ, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്നും തണുക്കും. അപ്പോൾ ഇനി കഴിക്കാം. എങ്ങനെ ഐഡിയ എങ്ങനെ പറഞ്ഞു കൊടുത്തോളൂ. ഇതിന് വേണ്ട ചിക്കന് നമ്മൾ ജിഞ്ചർ ഫ്ലേവറിലാണ് ചിക്കൻ അടിക്കുന്നത്. അതിനകത്ത് ജിഞ്ചർ, ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, ഒനിയൻ, ടൊമാറ്റോ സോസ്, പെപ്പർ, സാൾട്ട്, ചില്ലി സോസ്, ഷുഗർ അല്പം ഷുഗർ കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ സോസ് ഉണ്ടാക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് ആഡ് ചെയ്ത് സോസ് ഡ്രൈ ആക്കി നമ്മൾ എടുത്തിരിക്കുകയാണത്. പിന്നെ റൈസ് അടിക്കുന്നത് ആദ്യം നമ്മൾ എഗ്ഗ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, അത് നമ്മൾ ഇതിനകത്ത് റൈസ് വെയിറ്റുകളായിട്ട് വരുന്നത് ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, ക്യാബേജ് പച്ചമുളക് വരുന്നില്ല, ക്യാബേജ് വരുന്നുണ്ട്. അത് സോട്ട് ചെയ്തിട്ട് അതിനകത്തിട്ട് റൈസ് ഇട്ട് മിക്സ് ചെയ്ത് മസാല പെപ്പർ ഉണ്ട്, സാൾട്ട്, ഷുഗർ മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുകയാണ്. അതിനുശേഷമുള്ള പ്രോസസ്സൊക്കെ കണ്ടതാണ്. നമ്മളതെല്ലാം കൂടെ റെഡിയാക്കി എടുത്ത് വെച്ചു. എന്നിട്ടൊരു കിണ്ണമകത്ത് വെച്ചിരുന്നു. അതിനകത്ത് ചിക്കനൊക്കെ വെച്ച് റെഡിയാക്കി ഇതാ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട ഉദ്യമമാണ്. ശരി, അപ്പോൾ ഞാനിതങ്ങോട്ട് കഴിക്കാനായിട്ട് പോവാണ്.
അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഞാനൊന്നും പറയില്ല, ഞാനൊന്ന് കഴിച്ചോട്ടെ. ചേട്ടാ ഇതിങ്ങനെ തുടങ്ങാം അല്ലേ? റൈസും ചിക്കനും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് സൂപ്പർ, വളരെ ബൃന്ദോൽകതമായിരിക്കുന്നു.